ബഹുമാനികളെ, ഖബറിൻ്റെ ആഴം നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ വിശാലതയാണ് പറഞ്ഞത്. ആ വിശാലതയും നമ്മൾ ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ ബി ഖദ്രി മാ യസഉ മൻ യുൻസിലുഹുൽ ഖബറ, ഖബറിലേക്ക് മയ്യത്തിനെ ഇറക്കുന്ന ആളുകൾക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിലുള്ള ഖബർ. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കണ നേരത്ത് അതിൽ നിൽക്കാനൊക്കെ സ്ഥലം വേണമല്ലോ. അതുപോലെ തന്നെ ഒമൻ യദ്ഫിനുഹു, മയ്യത്തിനെ മൂടാൻ സഹായിക്കുന്നവരാരൊക്കെ അവർക്ക് നിൽക്കാനുള്ള സൗകര്യമുള്ള, അതാണ് വീതി പറഞ്ഞോടുത്ത് പറയുന്നത്. ഇത്രയെന്ന് പറഞ്ഞിട്ടില്ല. ആ മയ്യത്തിൻ്റെ അളവനുസരിച്ച് മയ്യത്തിനെ തടിയുള്ള മയ്യത്താണെങ്കിൽ അതിനനുസരിച്ച് ആൾ വേണ്ടി വരും, തടിയില്ലാത്ത മയ്യത്താണെങ്കിൽ അതിനനുസരിച്ച് ആൾ വേണ്ടി വരും. എങ്ങനെയായാലും ഒറ്റയാകൽ സുന്നത്താണ്. ഇറങ്ങുന്ന ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ ഖബറിലേക്ക് വെച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആള് ദാഫിനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയുൻ, ഒന്ന് മരുവൻ അലി റളിയല്ലാഹു അൻഹു ആണ്, വൽ അബ്ബാസ്, മറ്റേത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്, വൽ ഫളൽ റളിയല്ലാഹു അൻഹും. ഇങ്ങനെ 3 പേരാണ്. അലി, അബ്ബാസ്, ഫളൽ റളിയല്ലാഹു അൻഹും. ഇവർ 3 പേരുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടാൻ വേണ്ടി സഹായിച്ചത്. അപ്പോൾ 3 ആളെന്ന് റിവായത്തിൽ വേറെ റിപ്പോർട്ടിലുണ്ട്. അന്നഹും കാനു ഖംസത്തുൻ, 5 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ബിസിയാദത്ത് ഷഖറാൻ മൗലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായ ഷഖറാൻ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഖുസബ് ഇബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകൻ ഖുസം ഉണ്ടായിരുന്നു. അപ്പം 5 ആൾ. ആ 5 ആൾ പറഞ്ഞാൽ 3 ആളെ സഹായിക്കാനുള്ള 2 ആൾ എന്നാണ്. അപ്പോൾ ഖബറിലേക്ക് ഇറക്കുന്ന ആളുടെ എണ്ണം 3 ആകുക എന്നും പറഞ്ഞു. ഇനി നമ്മൾ അവിടെ പറയാനുള്ളത് ആദാബു ദഫനാണ്. ഈ മറമാടുന്നിടത്തുള്ളതായ അദബുകൾ. യുന്തബു സത്രുൽ മയ്യത്തി ബി സൗബിൻ ഇൻദ ദഫൻ, മറമാടുന്ന നേരത്തെ ഒരു വസ്ത്രം കൊണ്ട് മയ്യത്തിനെ മറക്കൽ സുന്നത്തുണ്ട്. ഖബറിലേക്ക് ഇറക്കിയ ഉടനെ ഒരു തുണിയോണ്ട് ഇങ്ങനെ മറക്കലുണ്ട്. അവിടെ ഉണ്ടോ? മറക്കൽ സുന്നത്തുണ്ട്. വളഉ റഅ്സിഹി, ഇനി ശ്രദ്ധിക്കേണ്ടത് മയ്യത്തിൻ്റെ തലയെ വെക്കണം. എവിടെ? തലഭാഗേ. ഇന്ദ റിജ്ലിൽ ഖബരി, ഖബറിൻ്റെ കാൽഭാഗത്ത്. ഖബറിൻ്റെ കാൽഭാഗം ഉണ്ടല്ലോ, ഖബറിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഖബറിൽ കാൽ എവിടെ വരിക? അവിടെയാണ് മയ്യത്തിൻ്റെ തലഭാഗം വരേണ്ടത്. എന്നിട്ട് വൈഖ്റാജുഹു മിനൻ നാഷി, മയ്യത്ത് കട്ടിലിൽ നിന്ന് മയ്യത്തിനെ പുറപ്പെടുവിക്കണം. മിൻ ജിഹത്ത് റഅ്സിഹി, തലഭാഗത്തിലൂടെ. മയ്യത്തിൻ്റെ തലഭാഗത്തിൽ നിന്ന്, തലഭാഗത്തിലൂടെയാണ് കട്ടിലിൽ നിന്ന് മയ്യത്തിനെ അങ്ങോട്ട് പുറപ്പെടുവിക്കേണ്ടത്. അപ്പം വെക്കേണ്ടത്, മയ്യത്ത് കട്ടിൽ വെക്കേണ്ടത് രൂപം പറഞ്ഞു. ഖബറിൻ്റെ കാലുഭാഗത്ത്, ഖബറിൻ്റെ കാലുഭാഗത്ത്. എന്നിട്ട് അവിടുന്ന് ആ തലഭാഗം ഇങ്ങനെ ഖബറിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരണം. ഖൗലു ദാഫിനി, മറമാടുന്ന ആള് പറയൽ സുന്നത്തുണ്ട്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഗതി ഇതൊക്കെ ചെയ്യേണ്ട പണികൾ ഇപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ കടമപ്പെട്ട ആളുകൾ ആരൊക്കെ ഓരന്നെയാണ് ചെയ്യേണ്ടത് അറിയുന്നുണ്ട്. എല്ലാം ഖബറുത്തുന്ന ആളുകളുടെ പണിയല്ല. മയ്യത്തിന് നിസ്കരിക്കാൻ കടമപ്പെട്ട ആളാരാണോ അവരെന്നെയാണ് ഈ ഖബറിലേക്ക് വെക്കേണ്ട ചുമതലയും ചെയ്യണം. അതിപ്പോൾ നമ്മളൊന്നും ഇപ്പോൾ ചെയ്ത് പരിശീലിച്ചിട്ടില്ല. അങ്ങനെ സ്വന്തം ശീലിക്കേണ്ട ഒരു കാര്യമാണ്. ഉമ്മ മരിച്ചെന്ന് നമ്മളെ ജ്യേഷ്ഠനാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയത്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഓരോരുത്തർക്ക് ചെയ്ത് ശീലിക്കാനുള്ള പരിപാടിയുള്ളൂ. വ കൗനുമൻ യുദ്ഖിലുൽ ഖബറ വിച്ചർ, ഖബറിലേക്ക് ഇറങ്ങുന്ന ആള് ഒറ്റയാകലും സുന്നത്തുണ്ട്. ഒക്കെ സുന്നത്തുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടിയാണ്. വ ഇൽജാഉഹു അലൽ ഐമൻ, പിന്നെ കിടത്തേണ്ടത് ചെരിച്ചാണ്. അത് നമ്മൾ ഇന്നലെ ഖിബില കൊള്ള ചെരിച്ച് കിടത്തൽ നിർബന്ധമാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഇവിടെ സുന്നത്ത് പറഞ്ഞത് ഏതാ? വലതു ഭാഗം കൊള്ള ചെരിച്ചെടുക്കൽ സുന്നത്താണ്. ഇനി വലതു ഭാഗം കൊള്ള ചെരിച്ചെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇടതു ഭാഗം കൊള്ള ആക്കണമെന്നുണ്ട്. അതൊന്നും ഇപ്പം നമുക്ക് ഇവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല.
വ ഇഫ്ലാഉ ഖദ്ദിഹിൽ ലൈമൻ, വലത്തെ കവിളിനെ ചേർത്ത് വെക്കൽ സുന്നത്തുണ്ട് ഇല തുറാബി, മണ്ണിലേക്ക്. അപ്പോൾ കവിള് ഭാഗം കഫം പുട നീക്കി ബാദ തൻഹിയത്തിൽ കഫനി അൻഹു, മയ്യത്തിന്റെ കഫൻ നീക്കിയതിന്റെ ശേഷം വലത്തെ കവിൾ ഭാഗം മണ്ണിലേക്ക് ചേർത്തി വെക്കൽ സുന്നത്തുണ്ട്. അപ്പം ആദ്യം കവിളിൻ്റെ അവിടുന്ന് തിന്നാൻ തുടങ്ങാം മണ്ണ്. ചെതലരിക്കേണ്ടത് ഇവിടുന്നാണ്. അപ്പോൾ മനുഷ്യന്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് മുഖം. അപ്പോൾ ഈ മുഖം അത്ര വലിയ ചൊറുക്കുകൾ നടക്കണ്ടെന്നർത്ഥം, മനസ്സിലായില്ലേ? ഇത്ര നിസ്സാരവൽക്കരിക്കുകയാണ്. മനുഷ്യന്റെ കാര്യം അത്ര ഉള്ളൂ. മണ്ണിലാൻ വെച്ച കഫം പുട നീക്കിയിട്ട് ഇവിടെ മണ്ണ് ഈ ഭാഗത്ത് ചേർന്ന് വെക്കണം, മണ്ണിലേക്ക് ചേർത്തി വെക്കണം. റഫ്ഉ റഅ്സിഹി ബിനഹ്വി ലബിനത്തിൻ, ഒരു ഇഷ്ടിക പോലത്തത് കൊണ്ട് തല ഉയർത്തി വെക്കൽ സുന്നത്തുണ്ട്. തലയണ വെച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ചില കബറിലൊക്കെ ചെറിയൊരു എകരുണ്ടാക്കി വെക്കും. അവിടെ അങ്ങനെയാണ്, ഇവിടെ തന്നെയല്ലേ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യും, തല സ്വല്പം ഉയർത്തി വെക്കുക. വ ഇസ്നാദു വജ്ഹിഹി വ റിജ്ലൈഹി, മുഖവും രണ്ട് കാലും, അത് ശ്രദ്ധിക്കേണ്ട വിഷയം. വ ഇസ്നാദു വജ്ഹിഹി വ റിജ്ലൈഹി, മയ്യത്തിന്റെ മുഖവും രണ്ട് കാലും ഇലാ ജിദാരിഹി, ഏത് ജിദാർ, പടിഞ്ഞാറ് ഭാഗത്തുള്ള ഖബറിന്റെ ചുമരുണ്ടല്ലോ, അങ്ങോട്ട് ഇങ്ങനെ എന്താക്കണോ, ചേർത്തി വെക്കണം. അപ്പോൾ എങ്ങനെയാ പറയുന്നുണ്ട്, വലഹരിഹി ഇലാ ഷൈഇൻ, പുറഭാഗം വേറൊരു വസ്തുവിലേക്ക് ചേർത്തി വെക്കുക. പുറഭാഗത്ത് ചെറിയൊരു കല്ലെന്തേലും വെച്ചു കൊടുക്കുക. അപ്പോൾ പടിഞ്ഞാറേ ചുമരുമ്മക്ക് മുഖവും വരണം, രണ്ട് കാലും വരണം. അപ്പം ഇങ്ങനെ വളച്ചു വെക്കണം മയ്യത്തിന്. വലിയൊരു വളവല്ല, ചെറിയൊരു വളവ്. മുഖവും കാലും പടിഞ്ഞാറേ ചുമരുമ്മക്ക് ചേർത്തി വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ വളവുണ്ടാവുമല്ലോ. പുറഭാഗത്ത് ചെറിയൊരു കല്ല്, ഇവിടെ നമ്പർ പറയുന്നുണ്ട്, ഹത്താ യകൂന ഖരീബൻ മിൻ ഹൈഅത്തി റാക്കിഇ, റുക്കൂ ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ പോലെ. അപ്പോൾ റുക്കൂ ചെയ്യുകയാണെങ്കിൽ ചെറിയ വളവില്ലേ, ഉണ്ടാവില്ലേ, വളവുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കും റുക്കൂ ചെയ്യുക. ഈ ഒരു വളവ്, ചെറിയൊരു വളവ് പോലെയാണ് മയ്യത്തിനെ കടത്തേണ്ടത്. തിരിഞ്ഞ ബാക്ക് ഭാഗത്തും മയ്യത്ത് അങ്ങോട്ട് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കല്ലോ എന്തെങ്കിലും വെച്ചു കൊടുക്കുക. അവിടെ കട്ടെ അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ചെറിയൊരു വളവിൽ ഇങ്ങനെ മയ്യത്ത് ഇങ്ങനെ കബറിൽ ഇങ്ങനെ വരും. അങ്ങനെ തന്നെ ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ വെക്കും. അതൊക്കെ ശരിയാക്കിയിട്ടേ മയ്യത്തിൻ്റെ മൂടലിൽ വെക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യം പോലെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനയും പറച്ചിലും ഒക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. പ്രഭാത സമയത്തുള്ള ഈ സംസാരങ്ങൾ നിന്റെ അമലും സ്വാലിഹായ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. യാ റബ്ബി യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ആജിലായ കാമിലായ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചു മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ഖബർ വിശാലതയുള്ള വീടാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ശഅബാൻ മാസത്തിന്റെ 1ാമത്തെ ദിവസമാണിന്ന്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ബറക്കത്ത് ഏറ്റി തരണേ അല്ലാഹ്. റജബിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. യാ റബ്ബി യാ അല്ലാഹ്, ഞങ്ങളുടെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ചവരെ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. അതിലേക്ക് വാഗ്ദത്തം ചെയ്ത് ഇന്നലെ ഒരാൾ വന്നിട്ട് 2ാമത്തെ സൊഫിലേക്ക് എത്ര രൂപയാകും എന്ന് ചോദിച്ച്, അപ്പോൾ എത്രയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തങ്ങളാപ്പാനോടും ഫൈദ് ഉസ്താദിനോടൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു വിട്ടിക്കാണ്. അള്ളാഹുവെ, ഏറ്റെടുക്കേണ്ട ആളുകൾ ഇങ്ങനെ വരും. 2ാമത്തെ സൊഫിൻ്റെ മുസല്ല വെച്ചാൽ അതിൻ്റെ കല്ലേ, ഇഷ്ടികയോ ഏതാ, മാർബിളോ ഗ്രാനൈറ്റോ ഏതാണ്, അങ്ങനെ ഏറ്റെടുക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് നാളെ കിടക്കാൻ പോകുന്ന ഖബർ, നമ്മൾ ചർച്ച അതാണ്. ആ ഖബറിൽ സുന്ദരമായ റാഹത്തോട് കിടക്കണമെങ്കിൽ അവിടെ സുജൂദ് ചെയ്യുന്നവരുടെ കൂലിയൊക്കെ അവർക്ക് എത്തിച്ചേരും. അള്ളാഹു ഏറ്റെടുക്കുന്നവർക്ക് നീ നല്ല ഖൈറുകൾ നൽകണേ റഹ്മാനെ. ദുനിയാവിലും നാളെ ആഖിറത്തിലും ഖൈർ നൽകണേ റഹ്മാനെ. യാ റബ്ബി യാ അല്ലാഹ്, പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അതിലേക്ക് സഹായിക്കുന്ന ഓടി നടക്കുന്നവർക്ക്
ശാരീരികവും മാനസികവുമായ ഹിമ്മത്തും ഖുവ്വത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സിഹത്ത് നൽകണേ റബ്ബേ. പെട്ടെന്നുള്ള രോഗങ്ങളോ തളർച്ചകളൊന്നും വരുത്തല്ല റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء المرسلين الحمد لله رب العالمين.